ഇന്ന് വി.ഡി. സതീശന്റെ വലിയൊരു പ്രഖ്യാപനം മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും നൽകുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശമാണ് താൻ പറഞ്ഞതെന്നും മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുമെന്നല്ല ഇതിനർത്ഥമെന്നും വി.ഡി. സതീശൻ പിന്നീട് വിശദീകരിച്ചു. കേരളത്തിൽ 10 വർഷത്തിനു ശേഷം ഭരണത്തിലെത്താൻ സർവ്വസജ്ജരായി ഇറങ്ങുകയാണ് UDF. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുള്ളത്. 50% നിയമസഭാ സീറ്റുകൾ അത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും വേണ്ടി നൽകും. അങ്ങനെയാകുമ്പോൾ നിലവിൽ സീറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പലർക്കും സ്ഥാനമൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയമാണ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് കോൺഗ്രസും UDFും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പുതുമുഖങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകളോ അതല്ലെങ്കിൽ യുവജനങ്ങളോ വന്നാൽ വലിയ ഗുണമുണ്ടാകും എന്ന കണക്കുകൂട്ടലുണ്ട്. ആ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 50% സീറ്റുകൾ യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും നൽകാനുള്ള തീരുമാനത്തിലേക്ക് UDF പോകുന്നത്. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ആഗ്രഹമാണ് അത്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നേരത്തെ കോൺഗ്രസിന്റെ ചിന്തൻ ശിബിർ നടന്നപ്പോൾ 50% സീറ്റുകൾ അത് പാർട്ടി തലത്തിലായാലും പാർലമെന്ററി തലത്തിലായാലും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി നൽകണമെന്നൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് അത് നടപ്പിലാക്കിയില്ല. ആദ്യമായി കേരളത്തിൽ ഇക്കാര്യം നടപ്പിലാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.